ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡിലെ കുറച്ച് കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. നമ്മളൊക്കെ തന്നെ വേർഡ് യൂസ് ചെയ്യുന്നവരാണ്. പ്രൊജക്റ്റിനായാലും സെമിനാറിനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് ക്രിയേഷനായാലും എല്ലാത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേർഡിനെ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡാറ്റ അത്യാവശ്യമാണ് അല്ലേ. ഒന്നുകിൽ ഞാൻ എവിടെന്നെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. ഇത് രണ്ടും അല്ലാണ്ട് ഞാൻ വേർഡിനെ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേർഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫംഗ്ഷൻ ഉണ്ട്. റാൻഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വേർഡിൽ വന്നിട്ട് ഇതാ ഈക്വൽ ടു റാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മളൊരു പാരന്തസിസ് ഓപ്പൺ ചെയ്യുക, അതൊന്ന് ക്ലോസും ചെയ്ത് കൊടുക്കുക. ആർഗ്യുമെൻറ്റ്സ് ഒന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, സിംപ്ലി എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കിതാ നമ്മുടെ ഡാറ്റ വന്നു കഴിഞ്ഞു അല്ലേ. ബൈ ഡീഫോൾട്ട് ഇങ്ങനെയുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് എപ്പോൾ റാൻഡ് യൂസ് ചെയ്താലും കിട്ടുക. ഇതല്ലാണ്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതായത് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാരഗ്രാഫ്സും നമ്പർ ഓഫ് സെൻറ്റൻസസും ആണ് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ്. അത് നമുക്ക് എത്ര പാരഗ്രാഫ് വേണോ ആ ഓരോ പാരഗ്രാഫിലും എത്ര സെൻറ്റൻസസ് ഉണ്ടാവണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈക്വൽ ടു റാൻഡ് 2,3 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്യുക 2 പാരഗ്രാഫും ആൻഡ് ഈച്ച് പാരഗ്രാഫ് എത്ര സെൻറ്റൻസസ് ക്യാരി ചെയ്യും, 3 സെൻറ്റൻസസും ആണ് ക്യാരി ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അങ്ങനെ നമുക്ക് ഈ ഒരു റാൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എത്ര പാരഗ്രാഫ് വേണോ എത്ര സെൻറ്റൻസസ് വേണോ അത്രയും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ റാൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു 4 പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അലൈൻമെൻ്റ് ഒന്നും കറക്റ്റ് അല്ല. അപ്പോൾ അതുകൂടി ഞാനൊന്ന് കറക്റ്റാക്കി കൊടുക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പാരഗ്രാഫ് എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് ജസ്റ്റിഫൈ ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഒട്ടുമിക്കവരും അറിയുന്നവരായിരിക്കും, എങ്കിലും ഇതൊന്ന് മനസ്സിലാക്കുക. ജസ്റ്റിഫൈ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും കറക്റ്റായിട്ടുള്ള ഒരു അലൈൻമെൻറ്റിൽ തന്നെ വന്നിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് എനിക്ക് ഈ ഒരു സംഭവത്തിന്, അതായത് നമ്മുടെ ഈ ഒരു ഡാറ്റയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, അതിനെ ഒന്ന് സെൻറ്റർ അലൈൻ ചെയ്ത് വെച്ചു. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ബ്രേക്കും സെക്ഷൻ ബ്രേക്കുമാണ്. പലപ്പോഴും പലരും ഇത് ഡൗട്ടായി ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം നമുക്ക് പേജ് ബ്രേക്കിനെ പറ്റി പറയാം. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഈ ഒരു പേജിൽ നിന്ന് ടു ചേഞ്ച് ദ വേ എന്നുള്ള ഡാറ്റ നെക്സ്റ്റ് പേജിലേക്ക് വരണമെന്നിരിക്കട്ടെ. അത് നമ്മളിങ്ങനെ എൻ്റർ കീ അടിച്ച് പോവാതെ നമുക്ക് വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പേജ് ബ്രേക്ക് ഇവിടെ യൂസ് ചെയ്യാം. എവിടെയാണോ എനിക്ക് പേജ് ബ്രേക്ക് വരേണ്ടത് അവിടെ കേഴ്സർ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ലേ ഔട്ട് ടാബിൽ പോവുക. അവിടെ ബ്രേക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ പേജ് എന്നുള്ളത്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ തന്നെ നമ്മുടെ ഡാറ്റ, അതായത് ടു ചേഞ്ച് ദ വേ എന്നുള്ളത് നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേജ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പേജിലുള്ള ഡാറ്റ നമുക്ക് മറ്റൊരു പേജിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം തന്നെയാണ് നമ്മുടെ പേജ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയൽ എന്നുള്ളത്, ഇതിനെ മാത്രം ഈ പേജ് മതി. അതായത് ഈ ടൈറ്റിൽ മാത്രം ഈ പേജിൽ മതി. ബാക്കിയുള്ള ഡാറ്റ കംപ്ലീറ്റ് നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കഴ്സർ അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ലേ ഔട്ട് ടാബിൽ പോവുക. ബ്രേക്സ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം പേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും അടുത്ത പേജിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽ മാത്രം ഫസ്റ്റ് പേജിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേജ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഈ ഡോക്യുമെൻറ്റിൽ നമ്മൾ എവിടെയൊക്കെയാണ് ബ്രേക്സ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയണമെന്നിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്കൊരു സംഭവം യൂസ് ചെയ്യാം. അതായത് ഹോം ടാബിൽ പോവുക. ദെൻ ഇവിടെ ഷോ ഓർ ഹൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ എവിടെയൊക്കെ ബ്രേക്സ് ഉണ്ടോ അവിടെയൊക്കെ നമുക്കിങ്ങനെ പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞ് കാണാം. അതുമാത്രമല്ല പാരഗ്രാഫിനൊക്കെ ആ സിമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൽ പേജ് ബ്രേക്കൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഈ പേജ് ബ്രേക്ക് റിമൂവ് ചെയ്യണം എന്നിരിക്കട്ടെ. എങ്ങനെ ചെയ്യാം? ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഡെലീറ്റ് എന്നുള്ളത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉണ്ടല്ലോ, അത് പോയി കഴിഞ്ഞിരിക്കുന്നു. ഡെലീറ്റ് അല്ലെങ്കിൽ ബാക്ക് സ്പേസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു പേജ് ബ്രേക്ക് അവിടുന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് സെക്ഷൻ ബ്രേക്ക് എന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഷോ ഓർ ഹൈഡ് എന്നുള്ളത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ആ സിമ്പിൾസൊക്കെ ഇവിടുന്ന് മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റിനെ 2 കോളത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് കാണാം 2 കോളമിൽ ഡാറ്റ ഇരിക്കുന്നത്. പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവില്ല, ഞാൻ കാണിച്ചു തരാം. ലേ ഔട്ട് ടാബിൽ വന്നിട്ട് കോളംസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ
2 കോളമാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ ഡാറ്റ 2 കോളത്തിലേക്കായി. ഇപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ഡാറ്റ 2 കോളത്തിലും ആയി, പക്ഷേ നമ്മുടെ ടൈറ്റിൽ എന്തായി, ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് മാറിയിരിക്കുന്നു. നമുക്ക് ടൈറ്റിൽ വേണ്ടത് സെൻറ്ററിലേക്കാണ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ 2 കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പം എല്ലാത്തിനും ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ അത് പാടില്ല. നമുക്ക് ടൈറ്റിൽ എപ്പോഴും മേലെ തന്നെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് മേലെ തന്നെ വേണം. അങ്ങനെ വേണ്ട സമയത്ത് നമുക്ക് നമ്മുടെ സെക്ഷൻ ബ്രേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിൻ്റെ എൻഡിൽ കഴ്സർ വെച്ചതിന് ശേഷം, അതായത് എവിടെ നിന്നാണോ നമുക്ക് ആ സ്പ്ലിറ്റ് വരേണ്ടത് അത് വെച്ചതിന് ശേഷം ലേഔട്ട് ടാബിൽ പോകുന്നു. സെക്ഷൻ ബ്രേക്ക് എന്ന് പറയുന്നത് താഴെയാണുള്ളത്, കണ്ടല്ലോ. കണ്ടിന്യൂസ് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതായത് ആ പേജിൽ തന്നെ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു സെക്ഷൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ലേഔട്ട് ടാബിൽ പോകുന്നു. ഞാനിവിടെയുള്ള എക്സ്ട്രാ സ്പേസ് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ദെൻ കോളംസിൽ പോയതിന് ശേഷം 2 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമ്മുടെ ഡാറ്റ 2 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, 2 കോളമിലായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടൈറ്റിൽ എന്തായി, കറക്റ്റ് സെൻറ്ററിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് സെക്ഷൻ ബ്രേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ നമ്മൾ പേജ് ബ്രേക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു അല്ലേ. അതേപോലെ സെക്ഷൻ ബ്രേക്കും നമുക്ക് റിമൂവ് ചെയ്യാം. സെക്ഷൻ ബ്രേക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ എൻഡിൽ കഴ്സർ വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് സ്പേസ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്താലും മതി. അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വേർഡ് ഡോക്യുമെന്റിലെ ഒരു പേജ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അതായത് ചിലർക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരിക ബ്ലാങ്ക് പേജ് ആയിരിക്കും, ചിലർക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരിക ഡാറ്റ ഉള്ള പേജ് ആയിരിക്കും. അതായത് അത് ആവശ്യമില്ല എന്നാൽ അതിൽ ഡാറ്റ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു പേജ് ഡിലീറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിൽ 4 പേജാണുള്ളത്. നിങ്ങൾക്ക് കാണാം അല്ലേ, പേജ് 1 of 4 എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ പേജ് നമ്പർ ഇട്ടിട്ടുണ്ട് 1, അങ്ങനെ 2 എന്നുണ്ട് താഴേക്ക്. അങ്ങനെ എല്ലാ പേജിനും നമ്പർ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ കുറച്ച് ബോൾഡിൽ തന്നെ പേജ് എന്ന് പറയുന്നത് P1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. 4th പേജ് ബ്ലാങ്ക് ആയതുകൊണ്ട് ഞാൻ അതിലൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്രയും പേജസ് ആണുള്ളത്. ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഈ ബ്ലാങ്ക് പേജ് ആണ്. ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ബാക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് പേജ് അങ്ങ് പോകുന്നതായിരിക്കും. കണ്ടോ, ഇപ്പോൾ പേജ് 3 of 3 എന്നായി. ഓക്കെ, കണ്ടോ, നമ്മുടെ P3 ഇവിടെ തന്നെ ഉണ്ട്, P2 ഉണ്ട്, P1 ഉണ്ട്. എന്നാൽ നമ്മുടെ 4th പേജ്, അതായത് നമ്മുടെ ബ്ലാങ്ക് പേജ് ഇവിടുന്ന് പോയിരിക്കുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചാൽ മാത്രം മതി. ഇപ്പം ഇനി ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്യേണ്ട സമയത്ത് ബാക്ക് സ്പേസ് അടിച്ചൊന്ന് നോക്കുക. ഇനി അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇനി ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് P2 എന്നുള്ള ഈ ഒരു പേജാണ്. ഇതിൽ ബാക്ക് സ്പേസ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം ഡാറ്റ മാറി മാറി പോവും എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട പേജ് ഏതാണോ ആ പേജിലൊന്ന് കഴ്സർ ക്ലിക്ക് ചെയ്ത് വെക്കുക. ദെൻ നമ്മുടെ കീബോർഡിൽ കൺട്രോൾ കീയും ജിയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. അതായത് ഗോ ടുവിനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ജി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പേജ് എന്നുള്ള ഓപ്ഷനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതിനുശേഷം ഈ ഒരു ബോക്സിൽ വന്നിട്ട് / ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതായത് കീബോർഡിൽ. ദെൻ പേജ് എന്ന് ടൈപ്പ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗോ ടു എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡാറ്റ, അതായത് P2 ഉള്ള ഡാറ്റ മുഴുവനായിട്ടും സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിലീറ്റ് എന്നുള്ള ഈ കീ, അതായത് കീബോർഡിലെ ഡിലീറ്റ് കീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ P2 എന്നുള്ള പേജ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 പേജ് മാത്രമേ ഉള്ളൂ. കണ്ടോ, പേജ് നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ പേജ് 1 ഉണ്ട് ഇവിടെ, അതേപോലെ പേജ് 2 ഉണ്ട്. നമ്മൾ ഡിലീറ്റ് ആയ ഡാറ്റ P2 ആണ്, P3 ഉണ്ട്, അതുപോലെ P1 ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഡാറ്റ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റ ഉള്ള പേജ് വളരെ ഈസി ആയിട്ട്, വളരെ ക്വിക്കായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റും ക്യാപിറ്റൽ ലെറ്ററിലാണ് വേണ്ടതെന്ന്. അപ്പോൾ അതിനെങ്ങനെ ക്വിക്കായിട്ട് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ആക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കീബോർഡിൽ ഷിഫ്റ്റ് കീയും F3യും ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഷിഫ്റ്റ് ആൻഡ് F3, കണ്ടോ, കംപ്ലീറ്റും ക്യാപിറ്റൽ ലെറ്ററിലായി. വീണ്ടും ഷിഫ്റ്റ് കീയും F3യും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് സ്മോൾ ലെറ്ററിലേക്ക് തന്നെ വരുന്നതായിരിക്കും. ഇനി ഇപ്പോൾ ഞാൻ വീണ്ടും അത് പ്രസ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഷിഫ്റ്റ് ആൻഡ് F3 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലിലേക്ക് മാറുന്നതായിരിക്കും. ഇനി അതായത് ഫസ്റ്റ് ടൈം പ്രസ് ചെയ്യുമ്പോൾ എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റലിലേക്ക് മാറും, സെക്കൻഡ് ടൈം ആകുമ്പോൾ എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്ററിലേക്ക് മാറും, തേർഡ് ടൈം പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലിലേക്ക് മാറും. ഇനി വീണ്ടും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് F3 അടിക്കുകയാണെങ്കിൽ വീണ്ടും ക്യാപിറ്റലിലേക്ക് മാറി. മനസ്സിലായല്ലോ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഷിഫ്റ്റ് F3. ഇനി നമ്പേഴ്സിനെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കിടിലൻ ട്രിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്.
അതായത് സപ്പോസ് എനിക്ക് ഈ ഒരു നമ്പറിനെയാണ് വേർഡ്സിലേക്ക് മാറ്റേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു ഈക്വൽ ടു സിമ്പിൾ ഇടുക. അതിനുശേഷം ഇവിടെ പോയി ഒരു / കൊടുക്കുക. ദെൻ നമ്മുടെ ആസ്ട്രിക് സിമ്പിൾ ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കാർഡ് ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാർഡ് ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കീയും F9 കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. അതായത് നമ്മുടെ ബ്രേസസ്, ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ഫീൽഡ് എന്നുള്ളത് കൊടുക്കുക. കണ്ടോ 34,623 എന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്പറിനെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാ 34623 എന്നുള്ള നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഈക്വൽ ടു ഒന്നുകിൽ നിങ്ങൾക്ക് കീബോർഡിൽ തന്നെ ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും ഇടാം. അതിനുശേഷം ഈക്വൽ ടു 34623, അതായത് നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന നമ്പർ ഏതാണോ അതിടുക. / ആസ്ട്രിക് സിമ്പിൾ ഇട്ട് കൊടുക്കുക. കാർഡ് ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദെൻ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ഫീൽഡ് എന്നുള്ളത് കൊടുക്കുക. എത്ര പേർക്കറിയാം വേർഡിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുമെന്ന്? ഞാൻ ഈ ഒരു ഡാറ്റയെ സോർട്ട് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ ഹോം ടാബിലുള്ള ഇതാ ഈ A to Z എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അസെൻഡിങ് ആണോ വേണ്ടത് ഡിസെൻഡിങ് ആണോ വേണ്ടതെന്ന്. ഞാൻ അസെൻഡിങ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നമുക്ക് അസെൻഡിങ് ഓർഡറിൽ ഇത് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല നമുക്ക് ഡിസെൻഡിങ് ആണ് വേണ്ടതെങ്കിൽ വീണ്ടും ഞാൻ ഈ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ സോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഡിസെൻഡിങ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്പേഴ്സിനെ വരെ സോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമ്മുടെ വേർഡിലെ അടിപൊളി ഒരു മാജിക് കീ ആണ് ഞാൻ പരിചയപ്പെടുന്നത്. അതായത് നമ്മുടെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ച് റൈറ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓരോ വേർഡായിട്ട് നാവിഗേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ് അല്ലേ. അതേപോലെ തന്നെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ബാക്കിലേക്ക് വേർഡ് ബൈ വേർഡായിട്ട് ബാക്കിലേക്ക് പോകുന്നത് കാണാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മുടെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡൗൺ ആരോ പ്രസ് ചെയ്ത് നോക്കുക. കണ്ടോ, അടുത്ത പാരഗ്രാഫിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്, കഴ്സർ മൂവ് ചെയ്യുന്നത് അടുത്ത പാരഗ്രാഫിലേക്ക്. അങ്ങനെ ഓരോരോ പാരഗ്രാഫിലേക്കായിട്ട് കൺട്രോൾ കീയും ഡൗൺ ആരോവും ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്നത് കാണാം. അതേപോലെ തന്നെ കൺട്രോൾ കീയും അപ്പ് ആരോവും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇത് തിരിച്ച് മുകളിലേക്ക് പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് കൺട്രോൾ കീയും ഷിഫ്റ്റ് കീയും കൂടി ഒന്നിച്ച് ഹോൾഡ് ചെയ്യുക. ദെൻ ഡൗൺ ആരോ പ്രസ് ചെയ്യുക. കണ്ടോ, ഇത് ഒരു പാരഗ്രാഫിനെ കംപ്ലീറ്റ് ആയിട്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഞാൻ ഡൗൺ ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പാരഗ്രാഫ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ്. അങ്ങനെ എത്ര പാരഗ്രാഫ്സ് വേണോ നമുക്ക് അത്രയും പാരഗ്രാഫ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി തൊട്ട് ആരുടെയെങ്കിലും മുന്നിൽ നിന്ന് ഡാറ്റ സെലക്ട് ചെയ്യുന്ന സമയത്ത് മൗസ് യൂസ് ചെയ്യാതെ ഇതുപോലുള്ള ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇത് വീണ്ടും കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് അപ്പ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഡീസെലക്റ്റ് ആയി പോകുന്നതായിരിക്കും. കണ്ടല്ലോ. ഇനിയിപ്പോൾ മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത്, അതായത് നമുക്കിത് ഒരു 6 പേജുള്ള ഡോക്യുമെൻ്റ് ആണ്. ഇതിൻ്റെ എൻഡിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോവാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് എൻഡിലേക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി കൺട്രോൾ കീയും എൻഡ് കീയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. കണ്ടോ, 6th പേജിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീയും ഹോം കീയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡിലെ മാജിക് കീ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമുക്കറിയാം കൺട്രോൾ A എന്ന് പറയുന്നത് സെലക്ട് ഓൾ ആണ്, കൺട്രോൾ C എന്ന് പറയുന്നത് കോപ്പിയാണ്, കൺട്രോൾ V എന്ന് പറയുന്നത് പേസ്റ്റ് ആണ്. ഈ കാര്യങ്ങൾ കൂടി ഓർക്കുക. വേർഡിൽ അധികം ആരും യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ റാൻഡം ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് മാത്രം ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. എങ്ങനെയാണ് ഇത് വളരെ ക്വിക്കായിട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ C പ്രസ് ചെയ്യുന്നു, താഴെ വന്ന് കൺട്രോൾ V പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, വളരെ ക്വിക്കായിട്ട് നമുക്ക് ക്ലിപ്പ് ബോർഡ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ക്ലിപ്പ് ബോർഡ് എന്നുള്ള സെക്ഷനിൽ വരുന്നു. ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഓരോന്നും കോപ്പി ചെയ്യുകയാണ്. തീംസ് കോപ്പി ചെയ്യുന്നു, കൺട്രോൾ C. ദെൻ സ്റ്റൈൽസ് ആണ് അടുത്ത് വേണ്ടത്, കൺട്രോൾ C. ദെൻ പേജസ് ആണ് വേണ്ടത്, കൺട്രോൾ C. ദെൻ ഇൻസേർട്ട് വേണം, കൺട്രോൾ C. ദെൻ ഹോം വേണം, കൺട്രോൾ C. കണ്ടോ, നമ്മൾ എന്തൊക്കെ കോപ്പി ചെയ്തോ അതൊക്കെ ഇവിടെ ഈ ക്ലിപ്പ് ബോർഡിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണോ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ വന്നിട്ട് നമുക്കിതെല്ലാം പേസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ പേസ്റ്റ് ഓൾ എന്നുള്ളത് കൊടുക്കുക. കണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലിപ്പ് ബോർഡ് യൂസ് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.